ഇത് നിങ്ങളെ കാണുന്നതാണ് ചെഡർ എന്ന് പറയുന്ന വില്ലേജ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഡോർച്ചസ്റ്ററിൽ നിന്ന് 1.5 hour ജേർണി ഉണ്ട്. ബ്രിസ്റ്റോളിൽ നിന്ന് ഒരു 45 minutes. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞങ്ങൾ ഇന്നിവിടെ പോയി. ഈ കാണുന്നതെല്ലാം ചുണ്ണാമ്പുകല്ല് മലയിടുക്കുകളാണ്. ഇതിലെ ഒരു പഴയൊരു നദി ഉണ്ടായിരുന്നെന്നും ആ നദിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മലയിടുക്ക് രൂപാന്തരപ്പെട്ടതെന്നാണ് പറയുന്നത്. ഈ മലയുടെയൊക്കെ ഇടയ്ക്ക് വലിയ വലിയ ഗുഹകളുണ്ട്. അതിനകത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് പണ്ട് ബ്രിട്ടനിലെ, അതായത് ഒരു ഫുൾ മനുഷ്യൻ്റെ ഒരു സ്കെലട്ടൺ കണ്ടെത്തിയത്. അതായത് 1903 ആ 3 അത് ഇവിടുന്ന് കണ്ടെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. 2005 റേഡിയോ ടൈംസ് വായനക്കാരുടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിനെ ഗ്രേറ്റ് ബ്രിട്ടനിലെ 2ാമത്തെ ഏറ്റവും വലിയ പ്രകൃതി അത്ഭുതമായി തിരഞ്ഞെടുത്തു. വെൽക്കം ടു DT സ്റ്റോറീസ്. ഇപ്പം ഞങ്ങൾ ഒരു ചീസ് അന്വേഷിച്ച് വന്നതാണ്. UK നല്ല ചീസ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അതന്വേഷിച്ച് ഞങ്ങൾ എത്തിയതാണ്. ഞങ്ങൾ എത്തിപ്പെട്ട ദിവസം ചെഡാർ വില്ലേജ് എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിയത്. ഇത് നമ്മൾ താമസിക്കുന്ന ഡോർച്ചസ്റ്ററിൽ നിന്ന് അവിടുന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്. ബ്രിസ്റ്റോളിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് ദൂരമുണ്ട് ഇങ്ങോട്ട് എത്താൻ. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് എത്രയാണെന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ കാലാവസ്ഥ ഒരു തിരക്കൊന്നുമില്ല. ഞങ്ങൾ കേവിലേക്ക് കയറുവാണ്. അപ്പം ഞങ്ങളത് കേവിലേക്ക് കയറി. ഇതൊരു ചെടാർന്നാണ് നോക്കിയോ. ഇവിടെ നമുക്ക് ഒരു വോയിസ് ഗൈഡ് തന്നിട്ടുണ്ട്. ഈ സാധനം നമ്മളിവിടെ ഓരോ പോയിൻ്റ് ഉണ്ട് വൈഫൈ. അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. നിൽക്കുന്നതാണ് ചിമ്മിനി പോയിൻ്റ്. ഈ ചിമ്മിനി പോയിൻ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ മേലേക്ക് വരെ ഇങ്ങനെ കിടക്കുവാണ്. ചിമ്മിനി പോലെ പൊത്ത് ഇങ്ങനെ മേലേക്ക്. അതിനോട് ചിമ്മിനി പോയിൻ്റ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. ഞങ്ങൾ ആ ചെഡാർന്നാണോ ചെഡർ. അപ്പോൾ ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു നമ്മുടെ ചെഡർ ചീസ്. അതിവിടെയാണ്
ഇവിടെ നിന്നാണ് സാധനം വരുന്നത്. ഇവിടെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആ കാണുന്നതാണ് ചീസ്. ഇത് പ്രത്യേക ടെമ്പറേച്ചറിൽ ഇവിടെ അത് കീപ്പ് ചെയ്യും. ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ഇത് പണ്ട് കാലത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ചീസിനെ ഒരു ഉണ്ടാക്കി അത് ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി അത് ചീസായി മാറും. ഈ കേവ് ഇങ്ങനെ കിടക്കുവാണ്. ഇഷ്ടംപോലെ നടക്കാനുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ നടന്ന് കേവിനകത്ത് കൂടെ വാട്ട് എന്നാ അവിടെ എന്നാ ഫുൾ ആസിഡ്. ഓ മൈ ഗോഡ്, സൂപ്പർ. മെഴുക് പോലെ ഒഴുകി കിടക്കുക. ഇതിന് അടിയിലോട്ട് നോക്കി, ഇതിനകത്തോട്ട് നോക്കി. വെള്ളം നോക്കിന തെളിഞ്ഞ വെള്ളം. കാണണ്ടല്ലോ കാഴ്ചാനെ. എന്നാ ഡയമണ്ട് ചേംബറോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡയമണ്ട് ചേംബർ എന്ന സ്ഥലത്താണ്. ഡയമണ്ട് അവിടെ സ്റ്റോൺ പോലെ തന്നെ ഇരിക്കുന്നത്. ഇതൊക്കെ വർഷങ്ങൾക്ക് കൊണ്ടായതാ.
ചെഡർ ഷോപ്പിൽ നിന്ന് ഒരു വൈൻ വാങ്ങിച്ചു, ഒരു കുക്കീസ് വാങ്ങിച്ചു. നമ്മൾ ചെഡർ ചീസ് അങ്ങനെ ഉപയോഗിക്കാറില്ല, നമ്മൾ അല്ലാത്ത ചീസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെഡർ ചീസ് വാങ്ങിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.